നമസ്കാരം. ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യത്തിനും BJP നയിക്കുന്ന NDA സഖ്യത്തിനും ചുറ്റും ഇന്ത്യൻ രാഷ്ട്രീയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകക്ഷിയായ BJPക്ക് മേൽ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസമൊക്കെ പാടെ തകർന്ന നിലയിലാണ്. കഴിഞ്ഞ 10 വർഷം BJP ഇന്ത്യൻ ജനതയോട് വരുത്തിവെച്ചിട്ടുള്ള കെടുതികൾ എണ്ണിപ്പറയുന്നതിനും അപ്പുറമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഘട്ടം ഘട്ടമായി തകർക്കുക എന്ന നയമാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അതീതമായി നിലകൊണ്ടിരുന്ന സൈനിക വിഭാഗങ്ങളെ കുറച്ചു കാലത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാനുള്ള അഗ്നിപഥ് പദ്ധതിയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള സൈനിക സ്കൂൾ സൊസൈറ്റി നടത്തിയിരുന്ന സൈനിക സ്കൂൾ സ്വകാര്യവൽക്കരിക്കാനുമുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കാവിപ്പട. പ്രതിരോധ സേനകളിലേക്ക് സൈനികരെ എത്തിക്കുന്നതിന് മികച്ച പങ്ക് വഹിക്കുകയാണ് സൈനിക സ്കൂളുകൾ. പ്രതിപക്ഷം വായ തുറന്ന് ശബ്ദിച്ചാലേ ജനാധിപത്യത്തിന് ശക്തി ആർജിക്കൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി പ്രതിപക്ഷം വളരെ ദുർബലമായ ദയനീയ അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2014-ലും 2019-ലും BJPക്കുണ്ടായ വിജയത്തിൻ്റെ പ്രധാന കാരണം പ്രതിപക്ഷത്തിൻ്റെ ഈ ദുർബലാവസ്ഥയാണ്. എന്നാൽ ഇന്നു മുതൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള അന്തരീക്ഷമാണ്. ഇന്ത്യയെ മതേതര ജനാധിപത്യ രാജ്യമായി നിലനിർത്താനുള്ള പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ഇത്തരത്തിൽ ഇന്ത്യ ജനാധിപത്യ മതേതരത്വമാകുന്നതിനെ തകർക്കാനുമുള്ള നിലപാടുകളാണ് BJPയും NDAയും ശ്രമിക്കുന്നത്. RSS സ്ഥാപക യോഗം പാസാക്കിയ സന്ദേശത്തിൽ പറയുന്നത് 100 വർഷത്തിനകം ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി മാറ്റണമെന്നാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസതയെന്ന് നോക്കണേ. നമ്മുടെ രാജ്യത്ത് മതേതരത്വം എന്ന ആശയത്തിൻ്റെ വക്താവ് മഹാത്മാഗാന്ധിയാണ്. ദൈവം ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ അല്ലെന്നാണ് ഗാന്ധിജിയുടെ വാക്കുകൾ. ഒന്ന് ആലോചിച്ചു നോക്ക്, ഇങ്ങനെയുള്ള ആശയങ്ങളോടൊക്കെ സംഘപരിവാറിന് എങ്ങനെ യോജിച്ചു പോകാൻ പറ്റുമെന്ന്. 1947-ൽ ഇന്ത്യ വിഭജനവും പാകിസ്ഥാന്റെ രൂപീകരണവും തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവും എല്ലാം സൃഷ്ടിച്ച അന്തരീക്ഷത്തിലാണ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ചർച്ചയായത്. എല്ലാ മതസ്ഥരെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള നിയമം ഭരണഘടനയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള ഭരണഘടനയാണ് RSS BJP നേതാക്കൾ മാറ്റിക്കുറിക്കുമെന്ന് വെല്ലുവിളിച്ചത്. എണ്ണമറ്റ ഭാഷകൾ, ജാതികൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ, വംശങ്ങൾ, ഗോത്രവർഗങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങൾ ഏറെയുള്ള നമ്മുടെ രാജ്യത്താണ് ഏക സിവിൽ കോഡ് പോലെയുള്ള നിയമങ്ങൾ പാസാക്കുന്നത്. ഇത് എല്ലാ മതസ്ഥരെയും പ്രതികൂലമായി ബാധിക്കപ്പെടും. പാർലമെന്ററി ജനാധിപത്യമെന്ന മഹത്തായ ആശയത്തെ പരിക്കേൽപ്പിക്കുന്ന ഒന്നാണ് ഒരു രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയാകാൻ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുന്നത് അതിൻ്റെ ഭരണഘടന തന്നെയാണ്. അതിനൊട്ടും തന്നെ കോട്ടം തട്ടാതെ നിലനിർത്തേണ്ട കടമ ഇന്ത്യൻ ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് തുടക്കം കുറിക്കുന്നതും ജൂൺ 1 വരെ തുടരുന്നതുമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മോദി ഭരണത്തിൽ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും വില കൊടുത്തും അതിനാവാത്തവർക്ക് വിലക്കേർപ്പെടുത്തിയും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിരന്തരമായി വേട്ടയാടിയിരുന്നു. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു. എന്നാൽ അന്നത്തെക്കാളും വളരെ കറുത്ത സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. മോദി സർക്കാരിൻ്റെ ഏറ്റവും നാടകീയവും വിനാശകരവുമായ നോട്ട് നിരോധനവും രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം തകർക്കാനും സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കാനും ലക്ഷ്യമിട്ട് നടപ്പാക്കിയ GSTയും ഉൾപ്പെടെ നിരവധി സംഭവ പരമ്പരകൾ കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ പ്രത്യേക പദ്ധതി എടുത്തുമാറ്റിയത്, പൗരത്വ ഭേദഗതി നിയമം, ഏകീകൃത സിവിൽ കോഡ്, ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ, ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ്, കാവിപൂശിയ പുതിയ വിദ്യാഭ്യാസ നയം എന്നിവ BJP ദ്രുതഗതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ഭരണവ്യവസ്ഥ മാറ്റി അമേരിക്കൻ രീതിയായ പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനത്തിനുള്ള നീക്കത്തിൻ്റെ ആദ്യപടിയാണിതെല്ലാം. ഇതൊക്കെ മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധമായ കൂമ്പാരങ്ങളായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്.